നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. GST നിരക്കുകളിൽ മാറ്റം വരുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. GST 12% സ്ലാബിൽ നിന്നും 5%, 28% സ്ലാബിൽ നിന്നും 18% കുറയാൻ സാധ്യത. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ അധിക തീരുവ ഉപേക്ഷിച്ചേക്കും. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. അലാസ്ക ഉച്ചകോടി അവസാനിച്ചു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ധാരണയായില്ല. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ. ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ കരുത്താർജിക്കുന്നു. ശക്തമായ മൺസൂൺ കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം. SBI, HDFC ബാങ്ക് എന്നിവയുൾപ്പെടെ 10 ധനകാര്യ സ്ഥാപനങ്ങളുടെ റേറ്റിംഗുകൾ ഉയർത്തി S&P. വാർത്തകൾ വിശദമായി. GST നിരക്കുകളിൽ മാറ്റം വരുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. GST 12% സ്ലാബിൽ നിന്നും 5%, 28% സ്ലാബിൽ നിന്നും 18% കുറയാൻ സാധ്യത. GST നിരക്കുകൾ കുറയുന്നതോടെ പാക്കറ്റ് ഭക്ഷണം, നിത്യോപയോഗ സാധനങ്ങൾ, ടെലിവിഷനുകൾ, എയർ കണ്ടീഷണറുകൾ എന്നിവയുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. AC-യുടെയും TV-യുടെയും വില 10% വരെ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ 40% GST കാരണം ആഡംബര സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വില ഉയരും. കേന്ദ്രം GSTക്ക് 5%, 18% എന്നീ പ്രാഥമിക സ്ലാബുകളിലുള്ള ഒരു ലളിതമായ ഘടനയാണ് നിർദ്ദേശിക്കുന്നത്. ആഡംബര വസ്തുക്കൾക്ക് 40% നിരക്ക് നിർദ്ദേശിക്കുന്നു. മിക്ക ഇനങ്ങളെയും 12% സ്ലാബിൽ നിന്ന് 5%, 28% സ്ലാബിൽ നിന്ന് 18% മാറ്റുക എന്നതാണ് ഈ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്നത്. ദൈനംദിന ഉപയോഗ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയുന്നതിലൂടെ സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കും. പുനഃസംഘടനയുടെ ഭാഗമായി നിലവിൽ 12% നികുതി ചുമത്തുന്ന ഏകദേശം 99% ഇനങ്ങളും 5% ബ്രാക്കറ്റിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് വ്യവസായ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു. അതുപോലെ നിലവിലുള്ള 28% സ്ലാബിലെ നികുതി നൽകേണ്ട ഏകദേശം 90% സാധനങ്ങളും നിർദ്ദിഷ്ട 18 വിഭാഗത്തിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ കരുത്താർജിക്കുന്നു. ശക്തമായ മൺസൂൺ കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുമെന്ന് റിപ്പോർട്ട്. വരും പാദങ്ങളിൽ കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുകയും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുമെന്ന് റിപ്പോർട്ട്. മൺസൂൺ സീസണിന്റെ ശക്തമായ തുടക്കം, ഗ്രാമീണ വേതനത്തിലെ വർധന എന്നിവ ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ആംബിറ്റ് അസറ്റ് മാനേജ്മെന്റ് റിപ്പോർട്ട് പറയുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ മൺസൂൺ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും ജൂണിൽ ദീർഘകാല ശരാശരിയുടെ 105% മഴ ലഭിച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, നാടൻ ധാന്യങ്ങൾ എന്നിവ വിതയ്ക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ്. ജൂലൈയിൽ ഖാരിഫ് വിതയ്ക്കൽ വാർഷികാടിസ്ഥാനത്തിൽ 8% മുന്നിലാണ്. വർഷങ്ങളുടെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം ഗ്രാമീണ വേതനം പുനരുജ്ജീവനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിന്റെ മധ്യത്തിൽ യഥാർത്ഥ വേതന വളർച്ച പോസിറ്റീവായി. പണപ്പെരുപ്പം കുറയ്ക്കുന്നതും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ഇത് സഹായിച്ചു. വേതന വളർച്ചയിലെ ഈ കുതിപ്പ് ഗ്രാമീണ പണലഭ്യത വർദ്ധിപ്പിക്കുകയും ഗാർഹിക സമ്പാദ്യം പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യും. കഴിഞ്ഞ 3 വർഷങ്ങൾ ഗ്രാമീണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വേതന സ്തംഭനാവസ്ഥ, FMCG, റീറ്റെയിൽ, ഇരുചക്രവാഹനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ദുർബലമായ ആവശ്യകത, COVID-19 പ്രത്യാഘാതങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു. ഗ്രാമീണ ആവശ്യകതയുടെ ഒരു പ്രധാന സൂചകമായ FMCG മേഖല 2020 സാമ്പത്തിക വർഷത്തിനും 2024 സാമ്പത്തിക വർഷത്തിനുമിടയിൽ വരുമാനത്തിൽ ഗണ്യമായ മാന്ദ്യം അനുഭവിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം. SBI, HDFC ബാങ്ക് എന്നിവയുൾപ്പെടെ 10 ധനകാര്യ സ്ഥാപനങ്ങളുടെ റേറ്റിംഗുകൾ ഉയർത്തി S&P. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക് എന്നീ 7 ബാങ്കുകളുടെയും ബജാജ് ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ, L&T ഫിനാൻസ് എന്നീ 3 ധനകാര്യ കമ്പനികളുടെയും ദീർഘകാല ഇഷ്യൂവർ ക്രെഡിറ്റ് റേറ്റിംഗുകൾ S&P ഉയർത്തി. US ആസ്ഥാനമായുള്ള ഏജൻസി ഇന്ത്യയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയിലെ മികച്ച 10 ധനകാര്യ സ്ഥാപനങ്ങളുടെ റേറ്റിംഗുകളും ഉയർത്തിയത്.
അടുത്ത 24 മാസത്തിനുള്ളിൽ ഇന്ത്യയിലെ ബാങ്കുകൾ മതിയായ ആസ്തി നിലവാരം, നല്ല ലാഭക്ഷമത, മെച്ചപ്പെട്ട മൂലധനം എന്നിവ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും S&P പറയുന്നു. ഇന്ത്യയുടെ മികച്ച സാമ്പത്തികാടിസ്ഥാനങ്ങൾ വളർച്ചാ വേഗതയെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം S&P കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തി. പണപ്പെരുപ്പ പ്രതീക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് പണനയ ക്രമീകരണങ്ങൾ കൂടുതൽ സഹായകമായിട്ടുണ്ടെന്നും ഏജൻസി പറയുന്നു. പാപ്പരത്ത നിയമവും ഇന്ത്യയിലെ പേയ്മെന്റ് സംസ്കാരവും നിയമവാഴ്ചയും മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് S&P പറഞ്ഞു. ഇത് ഒരു മെച്ചപ്പെട്ട ക്രെഡിറ്റ് സംസ്കാരത്തെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.